കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. ഇന്നൊരു ഫണ്ടേ ആണ്, അതുകൊണ്ട് സ്കൂളിൽ നിന്നൊക്കെ ലീവായതുകൊണ്ട് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ അവിടെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഇതിലിപ്പോൾ കുറേ മകൾ പൂട്ടു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്ത കാലാപാടിയാണ്. അതിന് നിറച്ച് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ മാവുകൾക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്, മാങ്ങ കുടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് വെയിലാണ്. ഇതിപ്പോൾ ഇടയ്ക്ക് വെയില്ല എന്നുള്ള ഈ ഒരു മഴ അവസ്ഥയിൽ ഇതൊന്നും കുടിക്കില്ല. പിന്നെ ഇത് ചീഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇൻഫെക്ഷനും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയാണ് വേണ്ടത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാവും. പക്ഷെ നമുക്ക് അടുത്ത ഡിസംബറിൽ വരുന്ന പൂവാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് പൂവൊന്നും നമുക്ക് ആവശ്യമില്ല. അത് മനസ്സിന് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ടാവും. കാരണം നമുക്ക് ആദ്യമായിട്ട് മറ്റേ പൂടുന്ന മാവുമ്പോഴൊക്കെ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് വെട്ടി ഒഴിവാക്കാനൊക്കെ നമുക്ക് ഭയങ്കര സങ്കടമാവും. പക്ഷെ ഇങ്ങനെ നമ്മൾ വെട്ടി ഒഴിവാക്കാം. മാവിനും നമുക്ക് നല്ലത് വെട്ടി ഒഴിവാക്കാനാണ്. അപ്പോൾ ഞാൻ ദിവസം പൂക്കളൊക്കെ വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സിന് ചെറിയൊരു സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ തരണം ചെയ്തിട്ട് വെട്ടുക. കാരണം ഇത് ചീഞ്ഞ് പിന്നെ മാവുമൊക്കെ കൂടെ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാവ് തന്നെ പോകും. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ ഈ കാലാവസ്ഥയിൽ കൂടുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായാലും വെട്ടിക്കളയാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഈ മഴക്കാലമാണ്, തണുപ്പുള്ളൊരു കാലാവസ്ഥയിൽ നമ്മൾ കൂടുതലും മാവുകളൊക്കെ ഇങ്ങനെ കിളർത്തല ഭംഗിയുള്ള ഇലകളൊക്കെ ആയി വരുമ്പോൾ നമുക്ക് മെയിൻ അപകടം എന്താണെന്ന് വെച്ചാൽ ജീവികൾ വന്നിട്ട് ഇല അങ്ങ് കട്ട് ചെയ്യും. അതിൻ്റെ തെളിവ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ തെളിവ്. നിങ്ങളിതൊന്ന് നോക്കി. ഇത് ഇവിടെ വെട്ടിക്കെടുക്കുന്നത്, പിന്നെ ഇവിടെ നിന്ന് 2-3-4 ഇലകളൊന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് ഇലക്കെ ലഭിക്കുന്നത്. ഇത് നമ്മളെ മരങ്ങളെ രാത്രി വളരെയധികം ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്നൊരു ടിപ്പാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് അടിക്കാൻ മറന്നുകൊണ്ട് നമുക്ക് ഇത് ലാംഡോക്ക് ഗ്രീനാണ്. ഇത് അടിക്കാൻ മറന്നുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇതിൻ്റെ കൂടുള്ളതും ഇതും അവിടെയൊക്കെ ഉള്ള ഞങ്ങൾ ഇടവിട്ട് ആ സ്പ്രേ അടിച്ച് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഒരു കറലും നല്ല ഷൈനി ലീവ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതിനുള്ളൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 ലിറ്റർ വെള്ളത്തിൽ 3 ഗ്രാം സാഫും 2 മില്ലി കാലക്സോ കൂട്ടി മിക്സ് ചെയ്ത് നല്ല ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിനടിക്കലാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഞങ്ങളെ ഇവിടെ ഭയങ്കര വിജയകരമായ ഒരു സാധനമാണ് അപ്പോൾ ഇത് ഭയങ്കര വിജയകരമായിട്ടുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫ്ലവറിങ് സമയത്ത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് കുറച്ച് നല്ല കെമിക്കൽസ് വരുന്നതുകൊണ്ട് നമുക്കും അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഫ്ലവറി ടൈംസിൽ നമ്മൾ അത് യൂസ് ചെയ്യാൻ തന്നെ പാടില്ല. അപ്പോൾ ഇത് തിളർക്ക് വരുന്ന സമയത്ത് ഒരാഴ്ച 1.5 അടിച്ചു കൊടുക്കുകയാണ് ഇതിന് ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഫണ്ടത്തെ 2 കുഞ്ഞ് ടിപ്പ്. അപ്പം ഇത് കണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞായറാഴ്ച വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ബൈ.